പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാണെന്ന് വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും ഞരമ്പുകളിലും ഉച്ചിമുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കള് ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ, എല്ലാം നീ അറിയാനും അതിന്മൂലം ഉണ്ടാകുന്ന എല്ലാവിധ
അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും. സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ, സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കള്, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തെ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവേ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവരെ ആശ്രയിക്കും. ഗവൺമെൻറ് സംബന്ധമായ വിഷയങ്ങൾക്ക് പല നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ താമസിച്ചു പോകുന്ന കാരണം കിട്ടിയിട്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരും കുരുങ്ങിക്കിടക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നിനക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കും. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ താഴ്ന്ന ജോലി ചെയ്യുന്ന 2 മനുഷ്യരെ കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വലിയ വ്യക്തികളെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലൊന്ന് 2 രാജാക്കന്മാര് 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു നാമാനുണ്ട്. നാമാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കർത്താവ് റെഫർ ചെയ്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപനാണ്. ഇപ്പോൾ ഇസ്രായേലുമായ യുദ്ധത്തിൽ ഈ രണശൂരനായ ഒരു മനുഷ്യൻ ഇസ്രായേലിനെ തോൽപ്പിച്ചു. പട്ടാളക്കാരൻ എന്ത് ചെയ്ത് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ പിടിച്ചിട്ട് പോകുന്നു. അതുകൊണ്ട് ഈ സൈന്യാധിപൻ്റെ വീട്ടിൽ പരിചാരികയായിട്ട് നിർത്തി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ നാമാന് ഇത്രയും വലിയ വീരശൂര പരാക്രമമൊക്കെ കാണിച്ച മനുഷ്യന് കുഷ്ഠരോഗം വന്നു. അപ്പോൾ ഇയാളെ ചുരുങ്ങി കഴിഞ്ഞപ്പോൾ വീടുകളിലൊക്കെ എല്ലാം ഭയങ്കര സങ്കടമായി. രാജകൊട്ടാരത്തിൽ രാജാവിന് സങ്കടം, നാമാൻ്റെ വീട്ടിലും സങ്കടം. അപ്പോഴുണ്ട് ഈ പരിചാരികയായിട്ട് വന്ന ഇസ്രായേലിലെ പെൺകുട്ടി, അവള് അവിടെ ചെന്നിട്ട് അവളുടെ മതത്തിൽ ചേർന്നില്ല. അതാണ് രസം. ഇപ്പം ഇതിന് പൈസ ഒന്നുമില്ല. ഇപ്പം നമ്മുടെ ഗൾഫിലൊക്കെ വന്ന് ചില ആൾക്കാരൊക്കെ അറബികളുടെ വീട്ടിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പണക്കാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർക്ക് പ്രാർത്ഥന കുറഞ്ഞു പോണില്ലേ. ഇവിടെ അങ്ങനെയല്ല. അവള് എപ്പോഴും ഓർത്തേക്കാം കാര്യം നമ്മുടെ സ്വത്തിനേക്കാൾ, മനുഷ്യൻ്റെ സ്വത്തിനേക്കാൾ ബൈബിൾ എന്താ പറയണത്? സ്വത്ത് ഒന്നും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞില്ല. കൊണ്ടുപോകണത് എന്താണ്? നീ വിശ്വസിച്ച ദൈവത്തിന് മാത്രമേ കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് ഇവള് പറഞ്ഞു, യജമാനെ സുഖപ്പെടുത്താൻ വഴിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സമറിയായാലും ഒരു പ്രവാചകനുമുണ്ട്. നീ അവിടെ ചെന്ന ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചു, യജമാനെ സുഖപ്പെടുമെന്ന് പറയും. അപ്പോൾ അവളുടെ പറച്ചിൽ കേട്ടപ്പോഴേ അത് വിശ്വസിക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരോട് യുദ്ധത്തിലിരിക്കുകയല്ലേ, യുദ്ധം കഴിഞ്ഞ് ഇസ്രായേൽ തോറ്റിരിക്കുകയാണല്ല. അപ്പം പിന്നെ അവരെ ആശ്രയിക്കാൻ വേണ്ടി ഇവർ പോവുക. പക്ഷെ നാമാന് തോന്നി എന്തോ കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടെന്ന്. കാര്യം അത് പറഞ്ഞ പറച്ചിലാണ് നാമാൻ വീണിരിക്കണത്. അവളപ്പം നല്ല സ്ട്രോങ് ഫെയ്ത്തുള്ള ആളാണ്. വീട്ടുവേലക്കാരിയാണ് വന്നിട്ട് കാര്യമില്ല. അവർക്കൊക്കെ ഒരു പ്രേക്ഷിത ജോലി ഉണ്ട്. ഇക്കാലങ്ങളിൽ എന്തുമാത്രം മനുഷ്യരാണ് രാജ്യവ്യാപകമായ രീതിയിൽ, ലോകവ്യാപകമായ രീതിയിൽ കെയർ സെൻ്ററിൽ പോണത് ജോലി ചെയ്യാൻ. ഈ കെയർ സെൻ്ററിൽ പോണവരൊക്കെ ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ കർത്താവ് നൽകിയ അവസരമാണത്. ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു സുവിശേഷ മൂല്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണിത് പറയണത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാമൻ അങ്ങനെ രാജാവിൻ്റെ കത്തും വാങ്ങിച്ചു. അപ്പോൾ രാജാവ് ആ മനുഷ്യനെ എന്തുമാത്രം സ്നേഹിക്കുന്നു, കത്ത് കൊടുത്ത് വിട്ട്. ഇസ്രായേൽ രാജാവിന് മനസ്സിലായില്ലേ. അയാൾ പറഞ്ഞു, ഇസ്രായേൽ രാജാവിന് കത്ത് കൊടുത്തപ്പോൾ, നാമാൻ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെന്ത് എന്നോട് യുദ്ധത്തിന് വരികയാണോ? ഈ സൈന്യാധിപനാണല്ലോ കൊടുത്തിരിക്കണ കത്ത്. ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴുത്തെ കയറാൻ വരികയാണെന്നാണ് വിചാരിച്ചത്.
അയാൾ വസ്ത്രം വലിച്ചു കീറി ദേഷ്യം കൊണ്ട്. എലീഷ കേട്ടിട്ട് നീ എന്തേ വസ്ത്രം കീറി? രാജാവാണെങ്കിലും ദൈവത്തിൻ്റെ പത്തെങ്കിലും അറിയാൻ പാടില്ലാതായി. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്തു. അവരുടെ വസ്ത്രം കീറണം അവർക്കറിയാൻ പറ്റത്തുള്ളൂ, അതുപോലെ ചെയ്തു. എലീഷ പറഞ്ഞ് അവനോട് എൻ്റെ അടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. വന്നപ്പോൾ എന്ത് പറഞ്ഞ് ജോർദാനിൽ പോയി കുളിക്കാൻ പറഞ്ഞു. അപ്പം അയാൾക്ക് പറഞ്ഞു എന്താ കാര്യം? ഇവിടെ ഫാർഫാറും ആബോനായും സിറിയയിലെ നല്ല കണ്ണീര് പോലെ കിടക്കണ ജലവാ, അവിടെ കുളിക്കണ വരെ ഞാനും ജോർദാനിൽ പോയി കുളിച്ചിട്ടുള്ള ആളാണ്. അപ്പം എനിക്കറിയാം അത് ഇത്തിരി കഠിനമുള്ള വെള്ളമാണ്, ഗാഢമായ വെള്ളമാണ്. വെള്ളക്കുറവുള്ള വെള്ളപ്പറ്റുള്ള കാരണം ഗാഢമായ വെള്ളമാണ്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ജോർദാനിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോഴ്സ് കുറവായത് കാരണം. നാമാൻ പറഞ്ഞു ഇതെന്താണ് മനുഷ്യനെ വിഡ്ഢിയാക്കണം, എനിക്ക് ആ ഫാർഫാർ നദി നല്ലതല്ലേ, അല്ലെ അബോന അവിടെ പോയി കുളിച്ചാൽ മതിയല്ലേ. അപ്പോൾ കുതിരക്കാര് അവിടെ രസമുണ്ട്. ദൈവം കുതിരക്കാരുടെ സുവിശേഷമാണ് അവിടെ വിറ്റ്. ഒരു കുതിരക്കാരി ഇവനെ കൗൺസിൽ ചെയ്യും. നാമാന സൈന്യാധിപനാണെന്നൊരു കാര്യമില്ല. കർത്താവ് അവരെ കുതിരക്കാരെ വെച്ച് മറിക്കണം കണ്ടിട്ടില്ലേ? കുതിരക്കാരൻ പറയും യജമാനെ ഇതിനൊക്കെ വലിയ കാര്യമാണ്, ഈ കാര്യത്തിന് ചെയ്യേണ്ടി വന്ന് അങ്ങ് ചെയ്യത്തില്ലായിരുന്നോ? ഇത് നിസ്സാര കാര്യമല്ലേ, ചെയ്താൽ പോരെ. അപ്പം അയാൾക്ക് ബോധം വന്ന ഇവരുടെ കൗൺസിലിംഗ്, കുതിരക്കാരുടെ കൗൺസിലിംഗ് ഭയങ്കര രസമാണ്. വെച്ചാൽ അവരെ പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു. അയാൾ പോയി കുളിച്ചു. അയാളുടെ കുഞ്ഞിൻ്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെ അയാൾ മാറിയത്. ഇപ്പം നമ്മളെന്ത് വിഷയം വെച്ചാൽ എല്ലായിടത്തും വളരെ അഗണ്യരായിട്ടുള്ള മനുഷ്യരെയാണ് ദൈവം വലിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെറിയവരാണ്, ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾക്ക് ദൈവവേല പറഞ്ഞിട്ടില്ലെന്നല്ല, നിങ്ങൾക്കാണ് കൂടി ദൈവവേല പറഞ്ഞിരിക്കണത്. ഏതവസ്ഥയിലായാലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. അത് സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതൊരു ബിഷപ്പിന് കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷെ ഇത് സാധാരണ മനുഷ്യരെ കൊണ്ടും ചെയ്യാൻ പറ്റും. അതാണ് അവർ ചെയ്തിരിക്കുന്നത്. കാര്യം ആ ഇസ്രായേലിന്റെ പരിചാരികയും നാമാന്റെ പരിചാരികയും കുതിരക്കാരനുമാണ് കർത്താവിൻ്റെ പ്രവർത്തനം അവിടെ നടത്താൻ വേണ്ടി ദൈവത്തിൻ്റെ ഉപകരണമായത്. ദൈവവേദലെ നിന്റെ അവസ്ഥ ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും അതിനൊരു ദൈവദൗത്യം ഉണ്ടെന്ന് നീ മറന്നു പോകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ. നിങ്ങളൊന്ന് സെറ്റാകട്ടെ. എനിക്ക് ഇന്ന് വീട്ടിൽ 2-3 വിരുന്നുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് പോട്ടെ, സ്വസ്ഥമായിട്ട് എന്നിട്ട് ഉടമ്പടി ചെയ്യാമെന്ന് പറയും. നിങ്ങൾ സെറ്റാകാൻ തീരുമാനിച്ചാൽ ഈ ഉടമ്പടി ഇപ്പം തന്നെ പൊട്ടും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അതിനോടുള്ള തീഷ്ണതയാണ്. നിങ്ങൾക്കറിയാവില്ല, അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ദൈവികമായ ഒരു വിഷയങ്ങൾക്ക് കാലമോ സമയവുമോ ഇല്ല. 2 തിമോത്തി 4:2 എടുത്ത് 2 തിമോത്തി 4:2 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. എന്ന് പറഞ്ഞേ, വചനം പ്രഘോഷിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അപ്പൊ ദൈവത്തിന്റെ നടപടിക്രമത്തിന്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരവും കാലവും ഒക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒക്കത്തില്ല. കാര്യം അത് നിങ്ങളുടെ തന്നെ വിശ്വാസക്കുറവിൻ്റെ ഒരു ബഹിഷ്പുരണമാണ് സംഭവം. വീടൊന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിക്കണത്, ലൈഫ് ഒന്ന് സെറ്റാകട്ടെ, എന്നിട്ട് വേണം ആധ്യാത്മികമായ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യാൻ. അങ്ങനെയല്ല. നിങ്ങൾ ഇന്ന് ഉടമ്പടി എടുത്താൽ, കാര്യം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് വരാൻ പോകുന്ന ഒരു അക്കിടിയുണ്ട്. അക്കിടി എന്ന് വെച്ചിട്ടുള്ളത് അത് നമ്മൾ മിക്കവാറും ഒരു 60% പേരും വീഴുന്ന
ചതിക്കുഴിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ റിസൾട്ടാവും. എന്താ റിസൾട്ട് എന്ന് പറയുന്നത്? ദൈവത്തിനറിയാം നിങ്ങൾ ഈ ഉടമ്പടി ഉഴപ്പുമോ ഇല്ലയോ എന്ന്. അതാണ് വിഷയം. നിങ്ങൾ ഈ ഉടമ്പടി നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളിതെല്ലാം നല്ലവണ്ണം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ആഗ്രഹമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ദൈവത്തിനറിയാം ഈ സംഭവം 10-20 ദിവസം കഴിയുമ്പോൾ ഇത് മിക്കവാറും ഈ പയറിന് മുഞ്ഞ പിടിക്കണ പോലെ നിങ്ങളുടെ ഉടമ്പടിക്ക് മുഞ്ഞ പിടിക്കുമെന്നും പിന്നെ ഉടമ്പടി എടുത്താടുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്നതൊക്കെ ദൈവത്തിനറിയാം. അഭ്യാസക്കാരെ കൃത്യമായിട്ട് ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ കാശും പോയി, വേണമെങ്കിൽ ഓഫീസിൽ പോയി കാശും എടുത്ത് തിരിച്ചു പോയേക്കണം, പത്രത്തിൻ്റെ കാശൊക്കെ. ഈ അഭ്യാസക്കാർ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ ദൈവത്തിനെയാണ് പരീക്ഷിക്കണത്. എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു ബോധമില്ല. എല്ലായിടത്തും പോണ പോലെ വന്ന് കയറിയിരിക്കുകയാണ്. അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടൊരു ഇടത്തിൽ നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കാരുണ്യത്തിലേക്ക് തിരിച്ചു വിളിക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. അവസാനം എന്താണ് അച്ഛൻ പറഞ്ഞത്? ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാ പ്രാർത്ഥനയ്ക്കും പോകുന്നവരെ കുമ്പസാരത്തിൽ കുർബാന ഉള്ളവരാണ്, ഉപവാസ ജീവിതം ഉള്ളവരാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പറ്റും. ഇത് ഭയങ്കര സംഭവമാണ്. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, നിങ്ങൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആചാരവട്ടങ്ങളും ചിറ്റവട്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ബൈ പേഴ്സൺ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിങ്ങളെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞേ, ദൈവത്തിൻ്റെ എന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഉടമ്പടി എപ്പോഴും നമുക്ക് ഓർക്കുക, അത് കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. ദൈവം ആരോട് കാരുണ്യം കാണിക്കുന്നു എന്ന് വെച്ചാൽ നിൻ്റെ മെരിറ്റല്ല. അവിടെ നീ ഒരിക്കലും ഉടമ്പടി വന്നിട്ട് പറയും ഞങ്ങൾ പ്രഖ്യാപിതമായിട്ടുള്ള പാരമ്പര്യ ക്രൈസ്തവരാണ്, ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ദൈവമായിട്ട് ജീവിക്കുന്ന ഭക്തിയുള്ള വിശ്വാസമുള്ള സമൂഹമാണ്. പക്ഷെ വൺസ് യു കം ടു ദി കവനൻ്റ് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മേഴ്സി. നിങ്ങളത് ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ കവനൻ്റിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ അത് ഒരു ദൈവവിളി എന്നതിനേക്കാളുപരി ദൈവം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഉടമ്പടിയും കാരുണ്യമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് സങ്കീർത്തനം എടുത്ത്, സങ്കീർത്തനം 92:3 എടുത്ത് ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. പ്രഭാതത്തില് പകല് മനുഷ്യന് ദൈവം നമ്മോട് കാണിക്കുന്നത് കാരുണ്യമാണ്. പകല്. രാത്രി ദൈവം നമ്മോട് കാണിക്കുന്നത് വിശ്വസ്തതയാണ്. ഈ ഉടമ്പടി നമുക്ക് 2 പകലും രാത്രിയും, ഡാർക്ക് ആൻഡ് ലൈറ്റ് ഉണ്ട് ജീവിതത്തിൽ, അല്ലേ? ജീവിതത്തിൻ്റെ പകലിലെ പ്രകാശമുള്ളപ്പോൾ നമ്മളുടെ ദൈവം നമ്മോട് കാണിക്കുന്നത് എന്താണ്? കാരുണ്യമാണ്. അപ്പോൾ കണ്ണ് കാണാം, കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയാം, ഏത് പരീക്ഷ എഴുതണം,
ഏത് രാജ്യത്ത് പോകണമെന്നൊക്കെ നമുക്ക് കണ്ണു കാണാം ശരിക്കും. അതാണ് പകലെന്ന് പറയുന്നത്. കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ട്. അവിടെ ദൈവം നമ്മോട് ഐഡിയ നമുക്കുണ്ട്. ഏത് സബ്ജക്റ്റ് എടുക്കണം, ഇപ്പോഴേ റിസൾട്ട് വന്നിരിക്കണതാണ്, ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ട്. അത് നമ്മുടെ പകലാണ്. ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിലും നമുക്ക് വേണ്ടത് എന്താണ്? അത് നമ്മുടെ മെറിറ്റല്ല. നിങ്ങൾക്ക് ഇന്ന കോളേജിൽ പഠിക്കണം, ഇന്ന രാജ്യത്ത് പഠിക്കണം, ഇന്ന കോഴ്സ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. അതാണ് പകലെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ബിസിനസ് ചെയ്യണം, എവിടെ വീട് വെക്കണം, എവിടെ നിന്ന് ലോൺ കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യു ഹാവ് എ ഐഡിയ. നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളോർക്കും എനിക്കിതെല്ലാം ഐഡിയ ഉണ്ടല്ലോ, എനിക്ക് സിവിൽ പോയിൻറ്റ്സ് ആവശ്യത്തിനുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ കിട്ടും. യു ഹാവ് എൻ ഐഡിയ. ഈ ഐഡിയ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് പകലാണ്. നിനക്ക് വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നിങ്ങളെ അലസരാകരുത്. കാണാൻ പറ്റിയാലും യു നീഡ്സ് മെഴ്സി. അതാണ് കർത്താവ് പകല്. കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അത് ഉചിതമായ, അതായത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയെല്ലാം ഉണ്ട് എങ്കിലും ആവശ്യത്തിന് ആരോഗ്യമുണ്ട്, ആവശ്യത്തിന് സെറ്റപ്പുണ്ട്, അതുപോലെ തന്നെ ജീവിത രീതികളിലെല്ലാം നിങ്ങളെല്ലാം അറേഞ്ച്ഡാണ്. നിങ്ങൾക്ക് വ്യക്തത ഉണ്ടെങ്കിലും യു നീഡ്സ് മേഴ്സി. ഇവിടെയാണ് നമ്മൾ മുട്ടുകുത്തേണ്ടി വരുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ മുട്ടുകുത്തി കരഞ്ഞൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ, ചില ആൾക്കാർ കൈ കേട്ട് നിന്ന് പ്രാർത്ഥിക്കത്തില്ലേ. ഈ ഫിസിക്കൽ പോസ്റ്ററിന്, ആ ഡിസ്പോസിഷന് നിങ്ങളുടെ ഫെയ്ത്ത് റീഡിങ്ങുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ മുട്ട നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും ഇല്ലേ? നിങ്ങളുടെ മകന് അത്തരം ഒരു അസുഖമൊന്നുമില്ല, പനിയോ വല്ലതുമാണെങ്കിൽ നിങ്ങൾ നിന്ന് മുട്ട നിന്ന് പ്രാർത്ഥിക്കും ഇല്ലേ? വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ആനുപാതികമായ ഫിസിക്കൽ ഡിസ്പോസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് കൗണ്ടിങ് വരും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും എനിക്ക് വേണ്ടത് മേഴ്സിയാണ്. മനസ്സിലായ? ഏത് സാഹചര്യത്തിലും എനിക്ക് മെറിറ്റില്ല. പകലാണെങ്കിലും വ്യക്തമായിട്ട് ജീവിതം കാണാമെങ്കിലും ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ടെങ്കിലും നമുക്കെന്ത് വേണം? മേഴ്സി വേണം. എന്ത് വേണം? കരുണ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? കരുണയുടെ ഡിസ്പോസിഷൻസാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഉള്ള ആൾ നിന്ന് കൈ കെട്ടി നിൽക്കുന്ന ആളിന് വല്ല കരുണയും കിട്ടുക? കിട്ടത്തില്ല. എന്നാൽ അയാൾ കണ്ടൻറ്റഡ് ആണെന്ന് ദൈവത്തിന് അറിയാം. ഹീസ് കണ്ടൻറ്റഡ്. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ ഒന്ന് അനുഗ്രഹിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരല്ലേ. കാര്യം എനിക്കറിയാം എൻ്റെ വിഷയം സെറ്റ് ചെയ്യാൻ, എനിക്കറിയാം എവിടെ പോകണമെന്നുള്ളത്. പക്ഷേ ബൈബിൾ പറയണത് ഇങ്ങനെയുള്ള പേഴ്സണലായിട്ട് ഓക്കെ ആണെങ്കിലും യു നീഡ്സ് ഗ്രേസ്, യു നീഡ്സ് മേഴ്സി. എന്നുവെച്ചാൽ മേഴ്സി എന്ന് പറഞ്ഞത് ഗ്രേസിന് രണ്ടും രണ്ടാണ്. മേഴ്സി എന്ന് പറയുന്നത് മെറിറ്റില്ലാത്ത അവസ്ഥയിലെല്ലാം മേഴ്സിയാണ് നമുക്ക് വേണ്ടത്. ഇഫ് യു ഹാവ് നോ മെറിറ്റ് യു നീഡ്സ് മേഴ്സി. നിങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? കരുണയാണ് വേണ്ടത്. അപ്പം പകലിൽ നിന്ന് പോലും ജീവിതം വ്യക്തമായിട്ട് കാണാമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ എല്ലാ വിഷയങ്ങളും ഉടമ്പടി തന്നിരിക്കുന്ന എല്ലാ ഹോംവർക്കുകളും കരുണയുടെ ഡിസ്പോസിഷനിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ദൈവം നമ്മോട് കരുണ തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ആക്കാനും വേണ്ടി ഒക്കാനിക്കരുത് അർത്ഥം. 10 പത്രമുണ്ട്, കൊടുത്തേക്കാം, അയൽവാസികൾക്ക് ചെന്ന് കൊടുക്കും. കൊടുത്ത് പെട്ടെന്ന് ചാപ്റ്റർ എത്രയും വേഗം ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഉടമ്പടിയിൽ മിക്കവാറും 40 പോയിൻ്റാണ് പത്രത്തിനുള്ളത്. കാര്യം പത്രമാണ് ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. നിങ്ങളൊരു രോഗിയെ നഖം വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് മാത്രമാണ് ഗുണം. പക്ഷെ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന് വിശ്വാസം കൊടുക്കുക മാത്രമല്ല, നിങ്ങളെ സഹായിച്ച ആരെങ്കിലും വേറെ ആൾക്കാരെ സഹായിച്ച ചരിത്രമുണ്ടോ? പക്ഷെ നിങ്ങൾ വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം അവർ കൈമാറും. അപ്പോൾ ഈ ഇവാഞ്ചലൈസേഷനും, അതായത് വിശ്വാസ കൈമാറ്റവും
വിശ്വാസ പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അത് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കത്തക്ക രീതി വേണം